Welcome to Tasty Buds. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അതായത് ഓട്സ് വെച്ചിട്ടുള്ളൊരു ലഡു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓട്സ് വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അത്ര മാറിയാൽ മതി, വല്ലാതെ വറുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഓയിലോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇതുണ്ടാക്കുന്നത്. ഓയിലോ ഗീയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നെയ്യോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ വറുക്കാനുള്ളത് അടുത്ത് വെച്ചാൽ ഇത് വെളുത്ത എള്ള്, ഇതൊരു 1/2 കപ്പുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. എള്ള് ഇങ്ങനെ ചൂടാകുമ്പോൾ പൊട്ടി വരും, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പം നമുക്ക് ആ സമയത്ത് കാണാം. അപ്പം ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, എള്ള് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഇത് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വറുക്കാനുള്ളത് കണ്ടോ, ഇത് കടലയാണ്. അപ്പോൾ കടല നമുക്കൊന്ന് വറുത്തെടുക്കാം. തൊണ്ടുള്ളതായാലും മതി, തൊണ്ട് പിന്നെ നിങ്ങൾ കളഞ്ഞെടുത്താലും മതി. ഇനിയിപ്പോൾ തൊണ്ടുണ്ട് എന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കടല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കാൽ കപ്പ് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ഞാൻ വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സും വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചതെല്ലാം കൂടി ഒന്നും പൊടിച്ചെടുക്കണം. നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിക്കാനുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനത് പൊടിച്ചു കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ വറുത്തെടുത്തതൊക്കെ ഞാൻ നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ശർക്കര ഉരുക്കിയതാണ്. അത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനത് കുഴച്ചതിന് ശേഷം കാണിച്ചു തരാം. ശർക്കര ഞാൻ ആദ്യം ഒഴിച്ചു. അപ്പോൾ ഏകദേശം ഇതേ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരയും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഞാനിവിടെ ബാക്കി വയ്ക്കുന്നുണ്ട്. നോക്കിയിട്ട് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ശർക്കരയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ മൊത്തം ചേർത്തത് ഒരു 1/2 കപ്പ് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ചേർത്തത്. നിങ്ങൾക്ക് മധുരം ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര എടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ശർക്കര ചേർത്തപ്പോൾ ഇതുപോലെ ആയിട്ടുള്ളത്. അപ്പോൾ ശർക്കര കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പും കൂടി ശർക്കര ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി ഞാൻ ഒഴിച്ചത്. ഇനി നമുക്ക് ഇത് ഒന്ന് സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 1 കപ്പ് ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് ഉരുട്ടിയെടുക്കാം. ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവി, കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഉണ്ട പോലെ ആക്കണം. നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഉണ്ട പോലെ ആക്കിയിട്ട് മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഉണക്കമുന്തിരി വെച്ച് കൊടുക്കാം. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പ്രോട്ടീൻ റിച്ചാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ തേച്ച ഓയിലില്ലാതെ വേറെ ഓയിലൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ലഡു ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് വൈറ്റ് എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഫോട്ടോയിലൊക്കെ ഒന്ന് ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ
നമ്മുടെ ഉണക്കമുന്തിരിക്ക് പകരം ഞാൻ കാഷ്യൂ നട്ട്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് നല്ല ഹെൽത്തിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഓട്സ് കഴിക്കാത്തവരെ കൊണ്ടൊക്കെ കഴിപ്പിക്കാനുള്ളൊരു വിദ്യ കൂടിയാണിത്. അപ്പോൾ ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കണം കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.